യൂത്ത് കോൺഗ്രസ് നേതൃയോഗങ്ങളിൽ എല്ലാ ജില്ലകളിലും നേതൃയോഗങ്ങൾ വിളിച്ചേർക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്. ആ നേതൃയോഗങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ആലപ്പുഴ സംസ്ഥാന ക്യാമ്പിൽ തുടങ്ങിയതാണ്. യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പ് ആലപ്പുഴയിൽ വെച്ച് നടന്നപ്പോൾ എവിടെ പോയി വയനാട് പുനരധിവാസ ഫണ്ട്, എത്ര ഫണ്ട് പിരിച്ചു എന്ന് ചോദിച്ചു പ്രതിനിധികൾ. അത് വാർത്തയായതോടുകൂടി മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കേണ്ടി വന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ആകെ ലഭിച്ചത് 88 ലക്ഷം രൂപ മാത്രമാണ്, ലക്ഷ്യമിട്ടത് 2,40,00,000 രൂപയാണ് എന്ന്. പക്ഷേ ഈ പണം കൊണ്ട് എത്ര വീട് വെച്ച് നൽകാൻ കഴിയും എന്ന് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, ഇതുവരെ സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ല യൂത്ത് കോൺഗ്രസും എന്നത് മറ്റൊരു വിഷയം. ഇതിനെ തുടർന്ന് എല്ലാ ജില്ലാ നേതൃയോഗങ്ങളിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. വയനാട് നേതൃയോഗം നടന്നു. വയനാട്ടിലാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നത്. എന്ന് വെച്ചാൽ തർക്കം കസേര ഏറിൽ വരെ എത്തി എന്നാണ് വയനാട് നിന്നുള്ള വാർത്ത. വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സ്ഥിതിയിലേക്കാണ് ഓരോ നേതൃയോഗങ്ങളിലും ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പങ്കെടുത്തോ അവിടെയെല്ലാം അദ്ദേഹത്തിന് എതിരെ പ്രതിഷേധം ഉയരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇടുക്കിയിൽ നിന്നുള്ള വാർത്തയാണ്. ഇടുക്കിയിൽ നേതൃയോഗം തീരുമാനിച്ചത് രാവിലെ 10 മണിക്കായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ 12:30 കഴിഞ്ഞു എന്നാണ് പ്രതിനിധികൾ പറയുന്നത്. അതുതന്നെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. എന്തുകൊണ്ടാണ് നേതൃയോഗത്തിൽ പോലും ഇത്രമാത്രം വൈകി എത്തുന്നത് സംസ്ഥാന അധ്യക്ഷൻ എന്ന ചോദ്യം അവിടെ തന്നെ ഉയർന്നു. യോഗം തുടങ്ങിയതിന് ശേഷം 5 മണ്ഡലങ്ങളാണ് ഉള്ളത്, അസംബ്ലി മണ്ഡലങ്ങളാണ് ഉള്ളത് ഇടുക്കി ജില്ലയിൽ. ഈ 5 മണ്ഡലം പ്രസിഡന്റുമാരോടും എത്ര പണം പിരിച്ചു, എത്ര തന്നു, ബാക്കി എത്ര, എന്തുകൊണ്ട് തരുന്നില്ല, ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി മുഴുവൻ പണവും നിശ്ചയിച്ച പണം തന്നില്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റികളെ പിരിച്ചുവിടും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയത്. അതോടുകൂടിയാണ് പ്രതിനിധികൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. അതിനിടെ മറ്റൊരു പരിപാടിയുണ്ട് കോട്ടയത്ത്. 2:30 കോട്ടയത്ത് എത്തണം എന്ന് പറഞ്ഞ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോഴാണ് പ്രതിനിധികൾ എഴുന്നേറ്റ് തടഞ്ഞത്. പോകാൻ വരട്ടെ, താങ്കൾ പറയുന്നത് മുഴുവൻ ഞങ്ങൾ കേട്ടു, അത് പോരാ, ഞങ്ങൾ പറയുന്നത് കൂടി താങ്കൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിനിധികൾ എന്ന് വെച്ചാൽ നേതൃയോഗത്തിൽ പങ്കെടുത്തവർ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേട്ടിട്ട് പോയാൽ മതി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുകയും രാഹുൽ മാങ്കൂട്ടത്തിന് വേദി വിട്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുകയും ചെയ്തു. ഏകാധിപതിയെ പോലെയാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത് എന്ന വിമർശനം അപ്പോൾ തന്നെ ഉയർന്നു വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ റീൽസ് ഇട്ടാൽ സംഘടനാ പ്രവർത്തനമാകില്ല, മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനു വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്, സംഘടനാ പ്രവർത്തനം സംസ്ഥാന വ്യാപകമായി ദുർബലമാണ് എന്ന് നേതാക്കൾ, ഇടുക്കി ജില്ലയിലെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു. ആ പ്രതിഷേധം മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്. എന്ന് വെച്ചാൽ പ്രതിഷേധം ഇടുക്കി ജില്ലയിൽ ജില്ലാ നേതൃത്വത്തിൽ തന്നെ ഉയരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ. ഓരോ ജില്ലയിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന വിവാദം യോഗത്തിൽ ചർച്ചയായില്ല. ആ വിവാദം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഒരു പ്രതികരണം മാത്രം നടത്തി പിന്നീട് ഒന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. സാധാരണ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഇത്തരമൊരു ആക്ഷേപം ഉയർന്നു വന്നാൽ വലിയ പ്രതിരോധമുണ്ടാകും. കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരും, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരും. ഇവിടെ ഷാഫി പറമ്പിൽ പോലും രംഗത്ത് വന്നില്ല എന്നോർക്കണം. ഷാഫി പറമ്പിൽ എന്ന് വെച്ചാൽ ഒരു മനസ്സും 2 മെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഷാഫി പറമ്പിൽ പോലും രംഗത്ത് വന്നില്ല. എൻ്റെ അനുജനെ പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ എത്തിയില്ല പരസ്യമായി എന്നത് സൂചിപ്പിക്കുന്നത് ഇതിൽ ഈ ഉയർന്നു വന്ന ആക്ഷേപത്തിൽ ചില സത്യങ്ങളുണ്ട് എന്നത് തന്നെയാകണം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാതിരിക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്നത്. ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്ന ആക്ഷേപവും നേതാക്കൾക്കിടയിൽ തന്നെ വലിയ അമർഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരാൻ ഇടയാക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നടന്ന ഇടുക്കി ജില്ലാ നേതൃയോഗത്തിലും വിമർശനം ഉയർന്നു വന്നത്. മറ്റ് ജില്ലകളിലും സമാന രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ്. വയനാട്ടിൽ കസേരയേറാണെങ്കിൽ ഇടുക്കിയിൽ തടഞ്ഞു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ. മറ്റു ജില്ലകളിലും ഇതുപോലെ തന്നെ പ്രതിഷേധം ഉയരും എന്ന ഭയം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. എന്താണ് ബദൽ, എന്ത് ചെയ്യണം എന്നറിയാതെ
നിസ്സഹായരായി നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയേണ്ടി വരും. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയല്ലാതെ ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാന അധ്യക്ഷനാവാൻ കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുകയാണ് എന്ന വിവരവും ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്.